വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പുകൾ ദിവസേന കൂടി വരികയാണ്. തട്ടിപ്പിൽപ്പെടാതെ എങ്ങനെ ജാഗ്രത പാലിക്കാം നോക്കാം. പോലീസ് ഡയറി എക്സ്പ്ലെയിനർ. കുടുംബത്തെ കരകയറ്റാനും കടബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാനും കുഞ്ഞുങ്ങൾക്ക് മികച്ച വിദ്യാഭ്യാസം നൽകാനും ഒക്കെയായി ഒരു വിദേശ ജോലി സ്വപ്നം കാണുന്ന നിരവധി പേരുണ്ട്. കിടപ്പാടം പണയം വെച്ചും കയ്യിലുള്ള അവസാന തരി പൊന്നു വിറ്റഴിച്ചുമൊക്കെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി ഇറങ്ങി പുറപ്പെടുന്നവർ. അവരുടെ സ്വപ്നങ്ങളെ ചൂഷണം ചെയ്യാൻ വലവിരിച്ചു കാത്തിരിക്കുന്ന ഒരു വിഭാഗവും മറുവശത്തുണ്ടാവും. അത് നയിക്കുന്നത് തൊഴിൽ തട്ടിപ്പുകളിലേക്കാണ്. അസർബൈജാനിൽ തൊഴിൽ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ 3 പേരെ കഴിഞ്ഞ വാരമാണ് പഞ്ചാബിലെ മൊഹാലിയിൽ അറസ്റ്റ് ചെയ്തത്. കേരളത്തിലും സമാനമായ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. ഈ സാഹചര്യത്തിൽ എങ്ങനെ ജാഗ്രത പാലിക്കണം? തട്ടിപ്പ് ഏജൻസികളെ എങ്ങനെ മനസ്സിലാക്കാം? മൊഹാലിയിൽ നടന്നത് എന്താണ്? അസർബൈജാനിൽ ജോലി വാഗ്ദാനം ചെയ്ത് ഓരോരുത്തരിൽ നിന്നും ഏജൻസി തട്ടിയത് 12.45 ലക്ഷം രൂപ. അപേക്ഷിച്ചവർക്കൊക്കെ വിസ ലഭിച്ചു. 2023 സെപ്റ്റംബർ 25 അസർബൈജാനിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറാകണമെന്ന അറിയിപ്പും കിട്ടി. യാത്ര ചെയ്യേണ്ടതിന്റെ തലേന്ന് ടിക്കറ്റുകൾ ലഭിക്കുമെന്ന് ഏജന്റുമാർ പറയുകയും ചെയ്തു. ടിക്കറ്റ് വരുമെന്ന് പറഞ്ഞതല്ലാതെ ടിക്കറ്റ് കിട്ടാനുള്ള ലക്ഷണം ഒന്നും കാണാതായപ്പോൾ പണം കൊടുത്തവർ ദ ട്രാവൽ വിസ ഗ്രൂപ്പിന്റെ ഓഫീസിലെത്തി. അവിടെ ചെന്നപ്പോഴോ ആട് കിടന്നിടത്ത് പൂട പോലുമില്ലെന്ന അവസ്ഥ. പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് കയ്യിൽ കിട്ടിയ വിസ പോലും വ്യാജനാണെന്ന് മനസ്സിലായത്. ചിലരെങ്കിലും വിസ കയ്യിൽ കിട്ടുമ്പോൾ എല്ലാം ശരിയായി എന്ന മിഥ്യാബോധത്തിൽ കൊടുക്കാനേറ്റ മുഴുവൻ പണവും നൽകി കുരുക്കിലാകും. ഇവിടെ തട്ടിപ്പിനിരയായതോ ഒരു നേരത്തെ അന്നത്തിന് കഷ്ടപ്പെടുന്ന ഫുഡ് ഡെലിവറി ബോയിയും സെക്യൂരിറ്റി ഗാർഡുകളും പ്യൂൺമാരും ഇലക്ട്രീഷ്യന്മാരുമൊക്കെ. വീട്ടുകാരെയും നാട്ടുകാരെയും വിട്ടുപിരിയേണ്ടി വന്നാലും അന്യനാട്ടിൽ നിന്ന് 10 പുത്തനുണ്ടാക്കി കുടുംബത്തെ രക്ഷപ്പെടുത്താമെന്ന് കരുതുന്നവരെ ചതിക്കുന്നത് പരമ കഷ്ടമെന്നല്ലാതെ എന്തു പറയാൻ? എങ്ങനെ ജാഗ്രത പാലിക്കാം? വിദേശ തൊഴിലന്വേഷകർ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ സംസ്ഥാനത്തെ പ്രൊട്ടക്ടർ ഓഫ് ഇമിഗ്രൻസ് ഓഫീസുകൾ നൽകുന്നുണ്ട്. വിദേശ ജോലികളുടെ റിക്രൂട്ട്മെന്റ് നടത്തുന്നവർ നിർബന്ധമായും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ലൈസൻസ് നേടിയിരിക്കണം. നിങ്ങൾ ഏജൻസിയെ സമീപിക്കുമ്പോൾ ഈ ലൈസൻസ് അവർക്കുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന റിക്രൂട്ടിംഗ് ഏജന്റുമാർ സാധാരണ വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയുമാകും ആശയവിനിമയം നടത്തുക. ഇങ്ങനെ വരുമ്പോൾ വിളിക്കുന്നയാളുടെ സ്ഥലമോ ഐഡന്റിറ്റിയോ ഓഫറിന്റെ യാഥാർത്ഥ്യമോ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നു. രജിസ്റ്റർ ചെയ്ത റിക്രൂട്ടിംഗ് ഏജന്റുമാരുടെ സേവനം മാത്രം ഉപയോഗിക്കുക. രജിസ്റ്റർ ചെയ്ത എല്ലാ റിക്രൂട്ടിംഗ് ഏജന്റുമാർക്കും ലൈസൻസ് നമ്പർ ഉണ്ട്. അത് അവരുടെ ഓഫീസ് പരിസരത്തും പത്രപരസ്യങ്ങളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ പ്രദർശിപ്പിച്ചിരിക്കും. അത് പരിശോധിക്കണം. www.emigrate.gov.in സന്ദർശിച്ച് ആക്റ്റീവ് റിക്രൂട്ടിംഗ് ഏജന്റുമാരുടെ പട്ടിക എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് യഥാർത്ഥത്തിലുള്ള റിക്രൂട്ടിംഗ് ഏജന്റുമാരാണോ നിങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതെന്ന് കണ്ടെത്തുക. 1983 എമിഗ്രേഷൻ ആക്ട് അനുസരിച്ച് ഒരു റിക്രൂട്ടിംഗ് ഏജന്റും 30,000 രൂപയിലധികം സേവന നിരക്ക് ഈടാക്കാൻ പാടില്ല. വിദേശ തൊഴിൽ തട്ടിപ്പുകൾ പരിശോധിക്കാൻ സ്ക്രീനിൽ കാണുന്ന സംവിധാനങ്ങളിൽ ഏതെങ്കിലും ഉപയോഗിക്കാൻ ശ്രമിക്കുക. പ്രൊട്ടക്ടർ ഓഫ് എമിഗ്രൻസ് ഓഫീസുകൾ തിരുവനന്തപുരത്തും കൊച്ചിയിലുമുണ്ട്. തിരുവനന്തപുരത്തെ ഹെൽപ്പ് ലൈൻ നമ്പർ 0471-233-6625 ആണ്. ഇമെയിൽ വിലാസം poetvm@mea.gov.in ആണ്. ഇനി കൊച്ചിയിലെ ഹെൽപ്പ് ലൈൻ നമ്പർ 0484-231-5400 ആണ്. ഇമെയിൽ വിലാസം poecochin@mea.gov.in ആണ്. ഇനി ശുഭയാത്ര എന്ന സർക്കാരിന്റെ സേവനവുമുണ്ട്. ഇവിടുത്തെ ഹെൽപ്പ് ലൈൻ നമ്പർ 0471-272-1547 ആണ്. നാടോടിക്കാറ്റിലെ ദാസനെയും വിജയനെയും പോലെ വിദേശ സ്വപ്നം കണ്ട് തട്ടിപ്പ് പറ്റി പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് പോകാതിരിക്കാം. അല്പം വിവേകവും അതിലേറെ ജാഗ്രതയും പാലിച്ചാൽ സ്വപ്നം എന്തായാലും ശരിയായ മാർഗങ്ങളിലൂടെ ശരിയായ വ്യക്തികളിലൂടെ അതിലേക്ക് എത്തിപ്പെടാം. നമ്മുടെ ജാഗ്രത തട്ടിപ്പുകാരെയും വെട്ടിപ്പുകാരെയും പടിക്ക് പുറത്തു നിർത്തുമെന്ന് ഉറപ്പാണ്. അപ്പോൾ വിദേശ ജോലി സ്വപ്നം കാണുന്ന എല്ലാവർക്കും അഡ്വാൻസ് ശുഭയാത്ര.